രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി ആയതോടുകൂടിയാണ് കേരള പോലീസ് ഇപ്പോൾ നല്ല ആംഗ്രി ബേർഡിനെ പോലെ ഇപ്പോൾ ചാടി നിൽക്കുകയാണ്. നേരത്തെ പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പോൾ പോലീസ് സംവിധാനം മൊത്തത്തിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ രമേശ് ചെന്നിത്തല ഒന്ന് ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പോൾ ഇപ്പോൾ ഈ കുറ്റക്കാരെയും കുറ്റവാളികളെയും എല്ലാം പോലീസുകാർ ഓടിച്ചിട്ട് പിടിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. ഒരർത്ഥത്തിൽ കേരളത്തിലെ ജനങ്ങൾ പ്രതീക്ഷിച്ചതും അത് തന്നെയാണ്. കാരണം മയക്കുമരുന്ന് മാഫിയകളെ വേരോടെ പിഴുന്നു കളയാനുള്ള ഒരു ശക്തമായ ഒരു മന്ത്രി ആഭ്യന്തര വകുപ്പ് ഭരിക്കണമെന്നതായിരുന്നു കേരളത്തിന്റെ ആവശ്യം. അത് രമേശ് ചെന്നിത്തല ഇപ്പോൾ നിറവേറ്റുകയാണ് മികച്ച രീതിയിൽ. അല്ലാതെ സംസ്ഥാനത്തെ പൂർണ്ണമായും മയക്കുമരുന്ന് മുക്തമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ ആഭ്യന്തര വകുപ്പും പോലീസും നടത്തുന്ന ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത പ്രവർത്തനം മികച്ച രീതിയിൽ വിജയം കണ്ടു തുടങ്ങിയിരിക്കുകയാണ്. അതായത് ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് എന്ന സ്പെഷ്യൽ ഡ്രൈവിലൂടെ 368 പേരെ അറസ്റ്റ് ചെയ്തതിന് തൊട്ടു പിന്നാലെ കേരളത്തിലേക്ക് വൻതോതിൽ മാരക മയക്കുമരുന്നുകൾ എത്തിക്കുന്ന അന്താരാഷ്ട്ര ലഹരി മാഫിയ ശൃംഖലയിലെ 2 പ്രധാന വിദേശ കണ്ണികളെ കൂടി പോലീസ് അതീവ നാടകീയമായി പിടികൂടിയിരിക്കുകയാണ്. സംസ്ഥാന സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ കീഴിൽ ലഹരിയുടെ ഉറവിടം മാത്രം കണ്ടെത്താനായി തൂഫാൻ ഇന്റലിജൻസ് എന്ന പേരിൽ അതീവ രഹസ്യ സ്വഭാവമുള്ള പുതിയൊരു പ്രത്യേക പോലീസ് സംഘത്തെ രൂപീകരിച്ചതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വാർത്താ സമ്മേളനത്തിൽ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുകയാണ്. കേരളത്തിലേക്ക് വിദേശത്തു നിന്നും മാരക ലഹരി വസ്തുക്കൾ എത്തിക്കുന്ന പ്രധാന ഉറവിടങ്ങളെ ലക്ഷ്യമിട്ട് ആഭ്യന്തര വകുപ്പ് നടത്തിയ കനത്ത നീക്കത്തിലാണ് രണ്ട് വലിയ വിദേശ മാഫിയ തലവന്മാരെ പിടികൂടിയത്. പന്തളം പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത മാരകമായ മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് ഡൽഹി പോലീസിന്റെ പ്രത്യേക സഹായത്തോടെ നടത്തിയ അതീവ രഹസ്യ ഓപ്പറേഷനിലൂടെയാണ് നൈജീരിയൻ പൗരനെ അന്വേഷണ സംഘം ഡൽഹിയിൽ നിന്നും പിടികൂടിയത്. പെരുന്നാട് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസുമായി ബന്ധപ്പെട്ട് കനത്ത നിരീക്ഷണം നടത്തിവന്ന വിദേശ വനിതയെ ബംഗളൂരിൽ നിന്നുമാണ് പോലീസ് പ്രത്യേക സ്ക്വാഡ് വിജയകരമായി പിടികൂടിയത്. കേരളത്തിലെ ലഹരി വിപണി നിയന്ത്രിക്കുന്നതിൽ ഇവരാണ് പ്രധാന കള്ളികളെന്ന് ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കിയിരിക്കുകയാണ്. സംസ്ഥാനത്ത് ലഹരി വിപണനത്തിന് ഉറവിടം പൂർണ്ണമായി കണ്ടെത്തി നശിപ്പിക്കുന്നതിനായി പൊതുജനങ്ങൾക്ക് അജ്ഞാതമായി വിവരങ്ങൾ കൈമാറാൻ വിപുലമായ ഡിജിറ്റൽ സംവിധാനങ്ങളും പ്രത്യേക ഫോൺ നമ്പറുകളും ആഭ്യന്തരമന്ത്രി നേരിട്ട് പുറത്ത് വിട്ടിരിക്കുകയാണ്. രഹസ്യ വിവരങ്ങൾ കൈമാറുന്ന സാധാരണക്കാരുടെ ഏത് വ്യക്തിയായിരുന്നാലും അവരുടെ വിവരങ്ങൾ ഒരു ഘട്ടത്തിലും പുറത്തുവിടുന്നില്ല എന്ന് അവരുടെ സുരക്ഷ സർക്കാർ പൂർണ്ണമായി ഉറപ്പാക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല ഉറപ്പു നൽകുകയാണ്. ലഹരി മാഫിയയെ വേരോടെ പിഴുതെറിയാൻ ജൂൺ 2 അതീവ രഹസ്യമായി ആരംഭിച്ച ഓപ്പറേഷന്റെ ഭാഗമായി സംസ്ഥാനത്ത് വ്യാപകമായി നടത്തിയ പരിശോധനയിൽ ഇതുവരെ 340 ക്രിമിനൽ കേസുകളാണ് പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. സ്റ്റേറ്റ് പോലീസ് മീഡിയ സെന്റർ ഡെപ്യൂട്ടി ഡയറക്ടർ പ്രവീൺ SR പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം 368 പ്രതികളെയാണ് ഇതുവരെ ജയിലിൽ അടച്ചത്. പ്രതികളിൽ നിന്ന് 549 കിലോ അതിമാരകമായ MDMA-യും 16.79 കിലോ കഞ്ചാവും 461 കിലോ ഹാഷ് ഓയിലും 220 കഞ്ചാവ് ബീഡികൾ എന്നിവയാണ് കണ്ടെത്തിയത്. സംസ്ഥാനത്തെ 84 പോലീസ് സബ് ഡിവിഷനുകളിലായി 4 വിധം സായുധ സ്പെഷ്യൽ സ്ക്വാഡുകളാണ് ലഹരിയുടെ ഉറവിടം കണ്ടെത്താനായി നിലവിൽ അതീവ ജാഗ്രതയോടെ 24 മണിക്കൂറും രംഗത്തുള്ളത്. ഇതിനൊപ്പം അന്തർ സംസ്ഥാന ലഹരി കടത്ത് പൂർണ്ണമായി തടയുന്നതിന് 5 സംസ്ഥാനങ്ങളെയും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളെയും ഉൾപ്പെടുത്തി അതിർത്തികളിൽ വിപുലമായ സംയുക്ത പരിശോധനകൾ ഉടൻ ആരംഭിക്കും. കേന്ദ്ര ഏജൻസികളായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, DRI, കസ്റ്റംസ് എന്നിവയുടെ ഉന്നത സഹായത്തോടെയാകും സർക്കാരിന്റെ വരാനിരിക്കുന്ന തുടർ നടപടികളുണ്ടാകാം. ലഹരി മാഫിയയുടെ അന്താരാഷ്ട്ര തലവന്മാരെ തന്നെ അതിവേഗം പൂട്ടി ജയിലിലടച്ച ആഭ്യന്തര വകുപ്പിന്റെ ഈ ഇച്ഛാശക്തിയോടെയുള്ള നീക്കം UDF സർക്കാരിന്റെ ഏറ്റവും വലിയ ഭരണ നേട്ടമായി ഇപ്പോൾ മാറിയിരിക്കുകയാണ്.